സോ ഗൈസ്, അപ്പം നമ്മളിതാ താജ്മഹൽ എത്തിയ കാര്യം ഞങ്ങൾക്ക് അറിയാലോ. കാഴ്ചകൾ കാണും ഗൈസ്. തിരിച്ച് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഇതിൽ കയറാം, കവർ എടുക്കാൻ പോകണം. സോ ബേസിക്കലി ഈ ഷൂ കവർ എങ്ങനെ കിട്ടിയത് ഫ്രീ ആണ്. 200 രൂപ ടിക്കറ്റ് താജ്മഹലിൻ്റെ ഉള്ളിൽ പോയിട്ട് എടുത്താൽ നിങ്ങൾക്ക് ഷൂ കവർ ഫ്രീ ആയി കിട്ടും ഗൈസ്. അതായത് ഓൺലൈനിൽ 250 രൂപയും ഓഫ്ലൈനിൽ 250 വരെ ടെക്നിക്കലി പറഞ്ഞാണെങ്കിൽ അതെടുത്താൽ നിങ്ങൾക്ക് ഷൂ കവറൊക്കെ ഫ്രീ ആയി കിട്ടും. അല്ലാണ്ട് പുറത്തുനിന്ന് 10 റുപ്യ 20 റുപ്യക്ക് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസ്റ്റ് ഗേറ്റിൽ എങ്ങനെയാ വെച്ചാൽ അവിടെ 50 രൂപ ടിക്കറ്റ് മാത്രമേ ഇട്ടുള്ളൂ. പിന്നെ ഉള്ളിൽ പോയാൽ മാത്രമേ 200 ടിക്കറ്റ് വേറെ എടുക്കും വേണം. വെസ്റ്റ് ഗേറ്റ് അവസ്ഥ എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം വന്നപ്പോൾ അവിടെ 200 രൂപ ടിക്കറ്റ് അങ്ങനെ കൊടുക്കണ്ടായിരുന്നു മറ്റേ എൻട്രൻസിൻ്റെ അവിടെ തന്നെ. സോ ഇത് പോവാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. പോയ ആൾക്കാർക്ക് അറിയാലോ, അപ്പോൾ അവരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ താജ്മഹലിൽ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ താജ് റെസ്റ്റോറൻറ്റ്, അങ്ങനെ എന്താണ് അതിൻ്റെ റെസ്റ്റോറൻറ്റ് പേര് പറഞ്ഞത്. അവിടെ പോയി ഇതിൻ്റെ ആഗ്രയിൽ നിന്ന് കുറച്ച് താജ്മഹൽ ആഗ്ര ഫോർട്ട് കഴിഞ്ഞിട്ടല്ല, ആഗ്ര ഫോർട്ടിലേക്ക് പോകണ മുന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറിയതാണ് ഗൈസ്. സോ ആ കാഴ്ചയും കാണാം. പിന്നെ ഇതിന് ഈ ടാക്സി ഇത് ടാക്സി വണ്ടി അല്ല, അങ്ങനെയും പറയാം. ഈ വണ്ടിക്ക് 25 റുപ്പീസാണ് ഒരാളുടെ നിന്ന് മേടിക്കുന്നത്. ഓട്ടോറിക്ഷ 50 റുപ്പീസാണ് മേടിക്കുന്നത്. അതാ ഗേറ്റ് വരെ ഉള്ളൂ. പിന്നെ അവിടെ നിന്നും 1 കിലോമീറ്റർ നടക്കാണ്ട്. ബട്ട് ഇത് നല്ല കേസ്. ഇത് പാർക്കിങ്ങിൽ നിന്ന് നമ്മളെ പിക്ക് ചെയ്തിട്ട് 25 റുപ്യ 25 റുപ്പീസ് ഒരാളുടെ നിന്ന് മേടിക്കും. ഇതാ നല്ല കേസ്. സോ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ അങ്ങനെ നമ്മൾ താജ് റെസ്റ്റോറൻറ്റ് എത്തി. ഞാൻ ആഗ്ര ഫോർട്ടിക്ക് ഡയറക്ഷൻ ഇട്ടെന്നിട്ട് നല്ല റെസ്റ്റോറൻറ്റ് അടിച്ചപ്പോൾ ഗൂഗിൾ സജസ്റ്റ് ചെയ്തതാണ് ഈ താജ് റെസ്റ്റോറൻറ്റ്. സോ നമ്മൾ അങ്ങോട്ട് താജ് റെസ്റ്റോറൻറ്റ് പോയി ഫുഡ് കഴിക്കാൻ പോയി. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, ചീപ്പല്ല, അഫോർഡബിൾ അല്ല. 4000 സംതിങ് ബില്ല് വന്നു. 3900-4000 രൂപയോളം ബില്ല് വന്നു. കുഴപ്പമില്ല, നല്ല ഫുഡ് തന്നെയായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡിനൊക്കെ. പിന്നെ ക്യാപ്പിച്ചിനൊന്നും ഉണ്ടായിരുന്നില്ല, അതന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നല്ല വ്യത്യസ്തമായ കാഴ്ചകൾ കാണിച്ചിട്ട് ബൈ ബൈ ഗൈസ്, ബൈ ബൈ.